ഹലോ, നമുക്കെല്ലാവർക്കും ഇന്നൊരു മുരുമുരാൻ വരുന്ന നല്ല കുഞ്ഞൻ പരിപ്പോടി ഉണ്ടാക്കിയാലോ. തട്ടുകടയിൽ 5 രൂപയ്ക്ക് കിട്ടൂലേ, ഇതൊരു കുഞ്ഞൻ പരിപ്പോടിയാണ്. അപ്പോൾ ഞാൻ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതുപോലെ അരിപ്പേക്കാതെ വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് സാധനങ്ങൾ വേണമല്ലോ. ഞാൻ കുറച്ച് അളവിലേ പരിപ്പ് എടുത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു സവാള എടുത്തേ കേട്ടോ. ഒരു സവാളയും പിന്നെ ഇഞ്ചിയും പിന്നെ പച്ചമുളകും കറിവേപ്പില. അപ്പോൾ നമ്മൾ സവാളയൊക്കെ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള എല്ലാം നമ്മൾ ചെറിയ രീതിയിലായിട്ട് അരിഞ്ഞുണ്ട്. ഇഞ്ചിയും എല്ലാം നമ്മൾ ചെറിയ രീതിക്ക് അരിഞ്ഞ് വെക്കണം. അതിനുശേഷം നമ്മുടെ പൈപ്പ് വെള്ളമൊക്കെ തുറന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഇട്ട് അങ്ങോട്ട് അരയ്ക്കരുത്. നമ്മൾ ഓഫാക്കി നോക്കി അരയ്ക്കണം കേട്ടോ. ഇതിനകത്ത് കുറച്ച് പരിപ്പൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുന്നത് പരിപ്പട തിന്നുമ്പോൾ നമുക്ക് പരിപ്പ് കടിക്കാൻ കിട്ടില്ല. അതുപോലെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അരച്ചെടുക്കണം. ഇനി എന്താ ഇതിനകത്തോട്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കായപ്പൊടി, കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഇതിനകത്ത് ഗരം മസാല ഇടാൻ മറന്നുപോയി. അപ്പം ഞാൻ കുറച്ച് അതിനകത്ത് നമ്മൾ ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരുപാട് വെള്ളമായിട്ട് നോക്കണം കേട്ടോ. എല്ലാ രീതിക്കും പൈപ്പിലെ വെള്ളമൊക്കെ ഊർന്നിറങ്ങിയ ശേഷം വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വല്ലാണ്ട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്കത് പരത്താൻ കിട്ടില്ല, പൊട്ടി പോകും. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അതിനകത്ത് കുഞ്ഞു പരിപ്പൊടി ഉണ്ടാക്കിയിട്ടിടാം. വലിയ വേണമെന്നൊന്നും കേട്ടോ, വലിയ പരിപാടിയും ചെയ്യാം. പിന്നെ നമുക്ക് എന്താ ചായക്ക് വെറുതെ പറക്കി കുഞ്ഞു പരിപാടി ഉണ്ടാക്കിയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പരിപാടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിലിട്ട് നല്ല രീതിക്ക് വേവിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിലിട്ടാക്കിയാൽ പുറമെല്ലാം നല്ല രീതിക്ക് മുരിഞ്ഞും കരിഞ്ഞൊക്കെ ചെയ്ത് ഉള്ളു വേഗത്തില്ല. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലിട്ട് നല്ല രീതിക്ക് പരിപാടിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ കളറൊക്കെ മാറി ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത് പുറമൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് മീൻ വാരിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ രണ്ടാമതൊരു സെറ്റ് പരിപ്പോടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ പരിപ്പോടിയിൽ നിറമൊക്കെ മാറി നല്ല രീതിക്ക് മുരിഞ്ഞ് വെക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു പരിപ്പൊടിയാകുമ്പോൾ ഒരു തട്ടിക്കിടന്ന് ഇഷ്ടംപോലെ പരിപ്പൊടി ഇടാം അല്ലേ. വലിയ പരിപ്പൊടിയാണെങ്കിൽ നമുക്ക് 1 2 ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ചൂട് കട്ടൻ ചായയും മുരുമുരാൻ പരിപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നല്ല രീതിക്ക് മഴ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ചായയും പരിപ്പൊടിയൊക്കെ തിന്നാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു നോക്ക്. ബൈ.